ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് പഴം കൊണ്ടുള്ളൊരു അടയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കണം. നന്നായിട്ട് പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പുഴുങ്ങിയെടുത്ത് ഇത് ഉടച്ചെടുക്കാനുള്ളതാണ്. തോടെല്ലാം കറുത്തിട്ടുള്ള നന്നായിട്ട് പഴുത്ത പഴമാണ് എടുക്കുന്നത്. നമുക്കിത് പുഴുങ്ങിയ എളുപ്പത്തിൽ ഉടച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഫോർക്ക് കൊണ്ടോ സ്പൂണ് കൊണ്ടോ നന്നായിട്ട് തന്നെ ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ഏലക്കായ ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലിപ്പോൾ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് സമയമെങ്കിലും തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം ഉടച്ചത് ഇട്ട് മിക്സാക്കി കൊടുക്കാം. പഴം ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി എടുക്കണം. പഴം നന്നായിട്ട് ശർക്കരപ്പാനിയിൽ മിക്സായി വരണം. അതുവരെ നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. വറുത്ത റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. റവ കുറച്ച് സമയം ഒന്ന് വേവിക്കാനുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിത് ഇളക്കിയെടുക്കുന്ന സമയത്ത് നമ്മളിതിൽ ഒഴിച്ചിരുന്ന ശർക്കരപ്പാനിയിലെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ആയി കിട്ടും. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകത്തിലെത്തും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് ഇലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വാട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ ഇലയിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇലയുടെ എല്ലാ ഭാഗത്തും തടവിയതിന് ശേഷം നമുക്ക് ഈ മാവ് കുറച്ചായിട്ട് വെച്ച് കൊടുക്കാം. ഇലയിൽ നമ്മൾ വേവിച്ചെടുക്കുന്നത് കൊണ്ട് ഇലയിലുള്ള ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇതേ രീതിയിലാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ അട നമുക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വേറൊരു രീതിയിലും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഇലയിൽ മടക്കി വെച്ചത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് സമയം വേവിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. പഴം കൊണ്ടുള്ള അട വെന്തിട്ടുണ്ട്. തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇല തുറന്ന് നോക്കാം കേട്ടോ. നല്ലതായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അടയാണ് കേട്ടോ ഇത്. വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാനും കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ പഴമട ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഈ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതുതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.